ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ആഡുകൾ നമുക്ക് വരാറുണ്ടല്ലേ. അത് പല സൈറ്റുകളിൽ നിന്നുള്ളതാവാം, ഡ്രസ്സിൻ്റെ ആവാം, ഷൂസ് ആവാം, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അവിടെ ആഡായിട്ട് വരും. എല്ലാവർക്കും എല്ലാം അറിയാം, എന്നാലും ആ കെണിയിൽ പോയി പെട്ടുകൊടുക്കും. ഏത് സൈറ്റാന്ന് ഇടുന്നവർക്ക് പോലും അറിയാത്ത കുറേ ആഡിൽ നമ്മൾ ചെന്ന് പെട്ടുകൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ 299 രൂപയുടെ ഒരു ചുരിദാർ വാങ്ങിക്കാൻ നോക്കിയ ഒരു പെൺകുട്ടിക്ക് 1,00,000 രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആവും തോറും അവർ പല പല തട്ടിപ്പിൻ്റെ രീതികൾ പിന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു രീതിക്കുള്ള സൈബർ തട്ടിപ്പിന് നിങ്ങൾ ഇരയായ ഒന്നും നോക്കാതെ 1930 എന്നുള്ള സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. നമ്മുടെ പലരുടെയും വീട്ടിലും അച്ഛനും അമ്മയും തന്നെ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്യണ സമയത്ത് കുറേ ആഡുകൾ കാണുമല്ലേ. ഇങ്ങനത്തെ ആഡുകളിലൊക്കെ പോയി അവർ പെട്ട് പലപ്പോഴും അവർ ഓർഡർ ചെയ്യണത് ഏത് സൈറ്റിൽ നിന്നാന്ന് പോലും അറിയാത്ത അവസ്ഥകളിൽ എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യം പറയണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ അവകാശങ്ങൾ കൂടുതൽ അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.